To officially introduce the Young Scientist Program, we are honored to invite Dr. Wasil K, Chief Academic Officer of JNE, along with the Principal in charge of our school, to present this prestigious initiative. We look forward to hear from him about the vision and goals of this exciting new program. Assalamu alaikum. A very good morning to all. Distinguished guests on the dais and off the dais. Dear students, teachers, ജാമിയ നദ്വിയ നടത്തുന്ന രണ്ടാമത് ഇൻ്റർനാഷണൽ സയൻസ് കൊളോക്യത്തിൽ നിങ്ങളോട് സംസാരിക്കാനായതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനേക്കാൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് നമ്മുടെ ഓഡിയൻസായിട്ട് കൂടുതലുള്ളത്. ഷഫീർ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 വയസ്സിന് താഴെയുള്ളവരെ മാത്രമാണ് അത്തരം ഫെസ്റ്റുകളിൽ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് പങ്കെടുക്കുന്നവരിൽ ഭൂരിഭാഗവും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ BEd വിദ്യാർത്ഥികളും നമ്മുടെ കൂടെയുണ്ട്. BEd വിദ്യാർത്ഥികളെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്നതിനുള്ള കാരണം, നാളെ സ്കൂളുകളിൽ അധ്യാപകരായിട്ട് കടന്നു വരേണ്ടവരാണ് അവർ എന്നുള്ളതാണ്. ഒരു പക്ഷേ PG കഴിഞ്ഞിട്ടായിരിക്കും അവർ വന്നിട്ടുള്ളത്. പക്ഷേ നാളുകളിൽ ഈ കോഴ്സ് കഴിഞ്ഞ് സ്കൂളുകളിൽ ഇറങ്ങുമ്പോൾ അവരുടെ വിദ്യാർത്ഥികളെ ഇൻസ്പയർ ചെയ്യിക്കുന്നതിന് അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ കൂടി ഉദ്ദേശിച്ചത്. ജാമിയ നദ്വിയ റെസിഡൻഷ്യൽ ഹൈസ്കൂൾ ഇന്ന് ഷഫീർ സാർ ലോഞ്ച് ചെയ്തിട്ടുള്ള യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സയൻസ് മേഖലയിൽ ഉയർന്നു പോവാൻ ഇൻസ്പിറേഷൻ ലഭിക്കുന്ന രൂപത്തിൽ സയൻറ്റിസ്റ്റുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, സയൻറ്റിസ്റ്റുമായിട്ടുള്ള ഇൻ്റർവ്യൂസ്, സയൻറ്റിഫിക് എക്സ്പെരിമെൻസിന് ഉള്ള അവസരങ്ങൾ, ടെക്നോളജി, സയൻറ്റിഫിക് ടെക്നോളജിയിൽ മോഡേൺ ടെക്നോളജികൾ പരിചയപ്പെടാനുള്ള അവസരങ്ങൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഈ ഒരു പദ്ധതിക്ക് കീഴിലുള്ളത്. അതുപോലെ തന്നെ ഒരു ലോങ് ടേം മെൻറ്റർഷിപ്പ് കൂടി അവർക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റുകളടക്കം അവരെ സയൻസിൻ്റെതായ മേഖലയിൽ അവർ താല്പര്യമുള്ളവരാണെങ്കിൽ ആ മേഖലയിൽ അവരെ വഴി നടത്താൻ നമ്മുടെ ഗസ്റ്റുകൾ കൂടി ഉണ്ടാവും എന്നുള്ള സന്തോഷവും നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇന്ന് പങ്കെടുക്കുന്നത് ഷഫീർ സാറിന് പുറമെ ഒമാനിലെ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ അബ്ദുൾ റഹീം സാറുണ്ട്. അതുപോലെ തന്നെ ഖത്തറിലെ വെയിൽ കോർണൽ മെഡിസിൻ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ മുനീറ മാഡം ഉണ്ട്. അതുപോലെ തന്നെ കുസാറ്റിലെ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ ഫവാസ് TK സാറുണ്ട്. എല്ലാവരെയും നേരത്തെ സ്വാഗത ഭാഷണത്തിൽ അവരെ കൂടി ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു.